തീരെ പ്രതീക്ഷിക്കാണ്ട് പ്ലാൻ ചെയ്യാതെ കണ്ടുപിടിച്ചൊരു സ്ഥലമാണ്. ലീജർ എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് വൈറ്റില കഴിഞ്ഞിട്ട് കണ്ണാടിക്കാട് എന്നാണ് ഈ ശരിക്കും സ്ഥലത്തിൻ്റെ പേര്. തൈക്കൂടം ബ്രിഡ്ജ് കയറി ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡിൽ നായർസ് ഹോസ്പിറ്റൽ ഉണ്ട്, അതിൻ്റെയൊക്കെ കുറച്ച് ബാക്കിലാണ് ഈ ഹോട്ടൽ വരുന്നത്. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ട് നടക്കുകയാണ്. അപ്പം നമുക്കൊക്കെ ഇവിടെയാണ് സ്റ്റേ ഉള്ളത്. അപ്പം അങ്ങനെ ഒരു ദിവസം ഷൂട്ട് നേരത്തെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഒന്ന് ഇതിൻ്റെ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടപ്പോഴാണ് ഞാൻ ഈ സ്ഥലം കണ്ടുപിടിച്ചത്. അപ്പോൾ തന്നെ എനിക്ക് തോന്നി അനുയാത്രയിൽ എല്ലാവരെയും ഇത് കാണിക്കണം എന്നുള്ളത്. ആല ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണ്, ലീജർ ഇൻ ഹോട്ടലിനകത്തുള്ളതാണ്. ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാനിങ്ങനെ പതിയെ പറയുകയും കാണിച്ചു തരികയും ചെയ്യാം. അപ്പം ഇന്നത്തെ നമ്മുടെ അനുയാത്ര ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണ്. ഇത് സിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ്, അങ്ങനെ സിറ്റിയിൽ നിന്ന് ഭയങ്കരമായിട്ട് വിട്ടിട്ടൊന്നും അല്ല കേട്ടോ. സിറ്റിയുടെ സൈഡിൽ കായലിൻ്റെ നടുക്ക് നമ്മളിന്ന് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ അനുയാത്ര. നമ്മളിത് ഇങ്ങനെ ചിലവന്നൂർ കായലിൻ്റെ നടുക്കിലേക്ക് പോവുകയാണ് നമ്മളുടെ ഒരു ഡൈൻ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. ഡൈൻ എന്ന് പറഞ്ഞ കാര്യമായിട്ടൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളൊരു വാട്ടർമെലൺ ജ്യൂസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും എങ്ങനെ ഉണ്ടെന്ന് അറിയാമെന്നുള്ളത് മാത്രമാണ് നമ്മുടെ അന്നത്തെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. ഇതാ നമ്മളുടെ സദ്ദാം ഹുസൈൻ എന്നാണ് ഈ കുട്ടിയുടെ പേര്. സദ്ദാം ഇങ്ങനെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ വലിച്ച് നടുക്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. തിരിച്ചു പോകാനും അങ്ങോട്ട് തിരിച്ച് വലിക്കുക ചെയ്യാമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ദേ നമ്മളിങ്ങനെ കായലിൻ്റെ നടുക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു നമുക്ക് ആളുകളെ പ്രൊപ്പോസ് ചെയ്യാനൊക്കെ ഭയങ്കര നല്ല സ്പേസ് ആണെന്ന് കേട്ടോ. എനിക്ക് തോന്നുന്നു ആരും പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് പറയാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. നല്ല അങ്ങനത്തെ ഒരു ഫീല് എനിക്ക് കിട്ടിയത് ഇവിടെ വന്നു കഴിഞ്ഞപ്പം. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ റേറ്റ് പല സമയത്തും മാറുമായിരിക്കും, സീസൺ അനുസരിച്ച് റേറ്റ് മാറുമായിരിക്കും. 3500 മുതൽ അങ്ങോട്ട് റേറ്റ്സ് ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫുഡും മെനുവും ഒക്കെ അനുസരിച്ചാണ് അതിൻ്റെ ഒരു റേറ്റ് വരാം. 3500 മുതലാണെന്നാണ് ഇപ്പോഴത്തെ ഈ സീസണിൽ. ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ ജൂണിലാണ്. ഇപ്പോഴത്തെ റേറ്റ് അവർ അങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. സദാ സദാവിനെ ഷൂട്ട് ചെയ്യണേ. സദാവിന് നാണൊക്കെ വന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ അനുയാത്ര ഇത് തന്നെ ഭയങ്കര കുഞ്ഞതായിപ്പോയി. അല്ലാതെ എന്താ വെച്ചാൽ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് വെള്ളത്തിന് നടുക്ക് ഇത്രയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ചെറുതായി പോയത്. ഈ ഒരു സാധനം നമ്മുടെ കൊച്ചിയുടെ സിറ്റിയുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് അറിയിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇത് ചെയ്തത്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇതൊരു സ്പോൺസേർഡ് വീഡിയോ ഒന്നുമല്ല, പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. അങ്ങനെ സ്പോൺസേർഡ് പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളോടത് പറയും. എന്താ അറിയോ, ക്രാങ്ങന്നൂർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ സ്പേസാണ്. അപ്പം അത് സ്പോൺസേർഡ് ആണോ എന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെയല്ല, ഞാൻ ജെന്യുവൻലി പോകുന്ന സ്ഥലമാണ്, എനിക്കിഷ്ടമുള്ള ആളുകളാണ്. അത് എൻ്റെ ഒരു എനിക്കിഷ്ടമുള്ള സ്ഥലം നിങ്ങളെ കാണിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതും എനിക്കിവിടെ വന്ന് കണ്ടപ്പോൾ എനിക്കതൊരു കൊള്ളാലോ, ഇത് നിങ്ങളെയൊക്കെ അറിയിക്കാമെന്ന് തോന്നിയതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് എന്നെ അറിയിക്കൂ. കമൻറ്റ് ബോക്സിലായിട്ടാണെങ്കിലും മെയിലായിട്ടാണെങ്കിലും മെസ്സേജിലൊക്കെ ആയിട്ടാണെങ്കിലും അറിയിച്ചോളൂ.
പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാലോ, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇനി കണ്ടില്ല, വീഡിയോ അറിഞ്ഞില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് പ്രസ് ചെയ്തോളൂ. ലൈക്കും ഷെയറും കമൻസും ഒക്കെ ചെയ്യുക. എല്ലാവരോടും പറയാം, അനുയാത്ര നല്ല ഒരു യൂട്യൂബ് ചാനലുണ്ട്. അനിമോൾ എന്ന് പറയുന്ന നല്ലൊരു പാവം കുട്ടിയാണ് അത് ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്ന് ഫ്രണ്ട്സിൻ്റെ എല്ലായിടത്തും പറയുക. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം കാണാം. ടാറ്റാ, ബൈ. പോവാം സദാ.